പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയുമായി ഇറാൻ. തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് 100-ലേറെ മിസൈലുകൾ വർഷിച്ചതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പ്രതികരിച്ചു. PG അരുൺ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. PG അരുൺ, നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ്, ആ നിലയിൽ സാധ്യത കൽപ്പിക്കപ്പെട്ടതുമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം, ഇറാന്റെ പ്രതികരണം ഇസ്രായേലിനെതിരെ? അസ്സസൈർ ഇന്ന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ലധികം മിസൈലുകളല്ല, പകരം 400-ലധികം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കരവഴിയുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതെന്തായാലും പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലേക്ക് വീണ്ടും ഒരു രൂക്ഷമാകുന്ന രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. 400-ലധികം മിസൈലുകളാണ് ഇറാൻ വർഷിച്ചുകൊണ്ട് ഇസ്രായേലിന് കനത്ത ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ വർഷിച്ചത്. നമ്മുടെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇസ്രായേലിന് പ്രത്യേകമായി, കാരണം ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ തലസ്ഥാന പ്രദേശത്തേക്കാണ് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഇങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തിയത്. ഇറാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചത് ഹമാസ് നേതാക്കളെയും ലെബനിലുള്ള ഹിസ്ബുള്ള നേതാക്കളെയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ വധിച്ചിരുന്നു. പേജർ ആക്രമണം, വയർലെസ്സിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനത്തിലൂടെയായിരുന്നു അന്ന് ഇസ്രായേൽ അന്ന് ഹിസ്ബുള്ളയും ഹമാസ് നേതാക്കളെയും അന്ന് വധിച്ചിരുന്നത്. ഇതിനുള്ള ഒരു തക്കതായ മറുപടി തന്നെയാണ് തങ്ങളിപ്പോൾ നൽകിയത് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ 400-ലധികം മിസൈലുകൾ ഇറാൻ വർഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലും അത് കൃത്യമായി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. കരവഴിയുള്ള മിസൈൽ ആക്രമണം വഴി ഇറാൻ ആക്രമണം ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതിൽ മിസൈലുകളിൽ ഭൂരിഭാഗവും നിർവീര്യമാക്കാൻ ഇസ്രായേലിൻ്റെ ഈ ഒരു മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ടെല്ലവീവ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 400-ലധികം മിസൈലുകൾ വർഷിച്ചുവെങ്കിലും ചുരുക്കം ചില മിസൈലുകൾ മാത്രമാണ് ഒരു ആക്രമണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആക്രമണം നടത്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യം. നാശനഷ്ടങ്ങൾ ഉണ്ടായതായി നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്നത്. അതിലൂടെ തന്നെ മരണസംഖ്യ നിരവധി പേർ മരിച്ചതായുള്ള ഒരു റിപ്പോർട്ടുകളും ഇസ്രായേലിൻ്റെ സൈനിക വൃത്തങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിലൂടെ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ടെല്ലവീവിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ ഒഴിവാക്കണമെന്നുള്ളത് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കൂ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ നോർത്തേൺ ആരോസ് എന്ന പേരിൽ പശ്ചിമേഷ്യൻ മേഖലകളിലേക്കുള്ള ഇത്തരത്തിലുള്ള ആക്രമണം അത് തുടരും ഏത് സാഹചര്യത്തിലും എന്ന് ഇസ്രായേൽ മുൻപ് തന്നെ പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഇറാൻ ഈ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ സാധ്യത അമേരിക്ക മുൻകൂട്ടി അറിയിച്ചിരുന്നതുമാണ്. മാത്രമല്ല, അങ്ങനെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിൽ ഇസ്രായേലിനൊപ്പമെന്നും അമേരിക്ക പ്രതികരിച്ചിരുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായും വരും മിനിറ്റുകളിൽ, വരും മണിക്കൂറുകളിലും ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അങ്ങനെയല്ലേ? അസ്സസൈർ, കാരണം ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കുടിപ്പകയോ അല്ലെങ്കിൽ വംശഹത്യയുടെയോ ഭാഗം എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇതെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്രായേൽ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശം എല്ലാ മതക്കാരുടെയും തർക്കപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസവുമായി വലിയൊരു സംഗതി ഇടചേർന്നിരിക്കുന്നു. കാരണം അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും എന്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വ്യക്തമാണ്. കാരണം ഇസ്രായേലിൻ്റെ കാരണം ബൈബിളിൽ പറയുന്നതും ഖുറാനിൽ പറയുന്നതും മറ്റ് ജൂത മതം വിശ്വസിക്കുന്ന അവരുടെ തോറയിൽ പറയുന്ന ഈ വിശുദ്ധ ഗ്രന്ഥമായ തോറയിൽ പറയുന്നതുമെല്ലാം ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഈ സർവ്വദേശീയ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കൃത്യമായ ഒരു നിലപാട് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ
തന്നെ കൃത്യമായി അറിയാം. കാരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ സൂചനകൾ അമേരിക്ക നൽകിയിട്ടുണ്ടെന്നാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി, നമ്മുടെ ഇന്ത്യൻ സമയം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇസ്രായേലിന് നൽകിയിരുന്നു. ഇറാൻ കരമാർഗം തിരിച്ചടിക്കുമെന്നുള്ള ഒരു നീക്കം അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് അടുത്ത ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് ഇറാൻ കൃത്യമായി ഒരു ആക്രമണം ഇതിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നാശനഷ്ടം തെല്ലവിയിൽ വരുത്താൻ എന്തായാലും ഇറാന് കഴിഞ്ഞു. കാരണം യുദ്ധം എവിടെയാണെങ്കിലും, കാരണം ഇത് ആരുടെ പക്ഷത്താണെങ്കിലും അത് നഷ്ടം തന്നെയാണ്. ഇതിൽ ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാർക്കാണ്. കാരണം ലെബനനിൽ സാധാരണക്കാർക്ക് ആയിരക്കണക്കിന് പേർക്ക് അനാഥരാക്കപ്പെട്ടു, കുട്ടികൾ അനാഥരാക്കപ്പെട്ടു. ഈ ഇസ്രായേലിൽ നടക്കുന്നതും അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സാധാരണക്കാരുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായി. തെല്ലവീവിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. 2 പേർ ആയുധധാരികളായി വന്ന് സാധാരണക്കാരായ ജനങ്ങൾ, നിരാലംബരായ അല്ലെങ്കിൽ ആയുധധാരികളല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അതിന് സമാന്തരമായാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമായാണ് വീണ്ടും ഈ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ എന്തായാലും കൃത്യമായ ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നതും. എന്തായാലും ഈ ഒരു പിന്തുണയുമായി ഇസ്രായേലിന് ഇപ്പോൾ പിന്തുണയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അമേരിക്ക. ഈ അമേരിക്കയുടെ പിന്തുടർച്ചയായി മറ്റു രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് പിന്തുണ അർപ്പിക്കാൻ എന്തായാലും മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ നമ്മുടെ ഈ സ്ഥിതികളെല്ലാം വ്യക്തമാക്കുന്നത് കരവഴിയും അല്ലെങ്കിൽ സമുദ്രമാർഗവും വ്യോമമാർഗവും എല്ലാ ഒരു മാർഗവും ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊരു കൃത്യമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇതിൽ എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മറുപടിയാണ് ഇറാനും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിയതെന്ന് പറയുന്നുവെങ്കിലും കാലാകാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരിക്കുന്ന പ്രത്യാക്രമണങ്ങളുടെ ഒരു പുതിയ അധ്യായമാണ്. കാരണം ഈ ഒരു അധ്യായത്തിൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. അസിത സഹീർ. ശരി, പി ജെ അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്റർനാഷണൽ